ദൈവസങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 വേദഗ്രന്ഥങ്ങൾ എടുക്കാം. 3 വിശുദ്ധ ഗ്രന്ഥങ്ങൾ: ഹിന്ദു സ്ക്രിപ്ചർ, ബൈബിൾ, ഖുറാൻ. ഈ 3-ൽ എന്താണ് പറയുന്നത്? ഉപനിഷത്ത് 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത് തന്നെ പറയുന്നത്, അങ്കുഷ്ടമാത്രോ പുരുഷോന്തരാത്മേ സദാം ജനനാം ഹൃദയേ സന്നിവിഷ്ടേ. ദൈവം ഒരു അങ്കുഷ്ടമാത്രം, ഈ ഒരു സൈസിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്ന് ഹിന്ദു സ്ക്രിപ്ചറിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ബൈബിളിൽ ദൈവം ഒരു പ്രകാശത്തിൽ വസിക്കുന്നു എന്നാണ്. ഖുറാനിൽ അല്ലാഹു കണ്ടനാടിയേക്കാൾ അടുത്ത് നമ്മളിൽ വസിക്കുന്നു. അപ്പം ഇവിടെ ഈ 3 സ്ക്രിപ്ചറിൽ എന്താ മനസ്സിലായത്? ഗോഡ് ഹാസ് നോ ഇമേജ്. ദൈവം മനുഷ്യരെ പോലല്ല. കണ്ണും മൂക്കും അതുപോലെ ശരീരമൊന്നും ദൈവത്തിനില്ല. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരാളുമല്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അൽ നിസായിൽ 4-ാമത്തെ വേഴ്സസ്, നിങ്ങൾ 1, 2, 3, 4 കല്യാണം കഴിച്ചു കൊള്ളുവിൻ. എന്നാൽ 4 പേരോടും തുല്യമായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരാളിൽ നിങ്ങൾ ഒതുങ്ങുക എന്നാണ് പഠിപ്പിച്ചത്.